മധു ഇവളുടെ ജാതകം കൊണ്ടെടുത്തേ. എന്റെ അവിടെ വെച്ചിട്ട് എന്നെ റൂമിൽ ലോക്ക് ചെയ്തിട്ട് എന്റെ വീട്ടില് ഇവരെ ആരോ വന്ന് ക്യാമറ വെച്ചു ബെഡ്റൂമില്. എന്താ ചേട്ടാ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ക്യാമറ വെച്ചു ബെഡ്റൂമില്. ക്യാമറ വെച്ചിട്ട് എന്റെ ഹസ്ബൻഡിന്റെ വൈഫൈ ഹാക്ക് ചെയ്യുകയും മെയിൽ ഐ ഡി ഹാക്ക് ചെയ്യുകയും ചെയ്തു. അല്ല അത് ഇവിടെ അങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്, അതൊന്ന് ആലോചിച്ച് നോക്ക്. താങ്കളുടെ റൂമിൽ ലോക്ക് ചെയ്തതിനു ശേഷം താങ്കളുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്തു എന്നാ പറഞ്ഞത്? അവിടെ ഒരു ബെഡ്റൂം ക്യാമറ വെച്ചു. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? എന്നിട്ട് അതായത് പുള്ളി പുറത്തു പോയ സമയം, പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ഈ പുള്ളി പുറത്തു പോയ സമയം ഇവര് വന്ന് ക്യാമറ വെച്ചിട്ട് കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി പോകും. അതായത് അവര് പുറത്തൂടെ വെക്കാനുള്ള ഗ്യാപ്പൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോയി. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? പുറത്ത് CCTV വെച്ച് കഴിഞ്ഞാലും അതിന്റെ റിസീവറും റെക്കോർഡും ഇവിടെ വെച്ചു. പക്ഷെ എങ്കിലും ആ സാധനം കാണുമ്പോൾ അറിയാലോ ക്യാമറ പുറത്തുകൂടിയാണ് എടുത്തിരിക്കുന്നെങ്കിൽ. നീ പറഞ്ഞത് നീ എത്ര പുളി വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ക്യാമറ. ഹസ്ബൻഡ് ആ ക്യാമറ പിന്നെ തിരിച്ചറിഞ്ഞോ? വീട്ടിൽ വെച്ച CCTV കണ്ടെത്തിയോ? പിന്നെ ഇവര് വന്ന് അത് റിമൂവ് ചെയ്ത് പോയെന്നാണ് എന്റെ വിശ്വാസം. കാരണം അവിടെ പല ഇതും നമുക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ പോയപ്പോ അത് അവര് എടുത്തിട്ട് പോയി. ഞങ്ങൾ കേസ് കൊടുത്തതിന് ശേഷം വാതിൽ തുറക്കാതെ ഒരാൾക്ക് പുറത്തുനിന്ന് വന്ന് CCTVയോ മറ്റു ക്യാമറയോ അവിടെ വെക്കാൻ പറ്റുമോ? കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും പറയാമായിരുന്നു. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം നീ കേട്ടാ. അവർക്കറിയാം എന്റെ വീടിന്റെ ചാവി എവിടെ ഇരിക്കണം. അതെങ്ങനെയാണ് ഇവർക്ക് അറിയാൻ കഴിയുക? താങ്കൾക്ക് ഇവരെ നേരത്തെ പരിചയമില്ലല്ലോ. എന്താ ഉറക്കം വരുന്നു. ഞങ്ങളുടെ ഫോണില് എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് അയക്കുകയും അതുവഴി ഹാക്ക് ചെയ്യുകയും ഞങ്ങൾ എന്താണ് പറയണേ, എന്താണ് സംസാരിക്കുന്നതെന്ന് ഇവർക്ക് അത് കേൾക്കാൻ പറ്റുകയും എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ. മെസ്സേജ് അയച്ച് ഹാക്ക് ചെയ്തോ? ഫോൺ അൺലോക്ക് ചെയ്യുമ്പോൾ തൊട്ട് ഇവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന്. അവർക്ക് അത് അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ വിചാരിച്ചോ നല്ല വിളി? ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. ഓക്കാണ് മോനെ. താങ്കൾക്ക് ഈ ടിക്കറ്റ് എങ്ങനെയാണ് കിട്ടിയത്? ആരാണ് തന്നത് ടിക്കറ്റ് നാട്ടിലോട്ട് പോകാൻ? ട്രിപ്പ് വഴി എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോണിൽ സെൻഡ് ചെയ്ത് ചെയ്യാൻ. ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ? എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ആ ഫോൺ പക്ഷേ നിവിൻ പോളിയുടെ കയ്യിലല്ലേ? എന്റെ 2 ഫോൺ ഉണ്ടായിരുന്നു യൂസ് ചെയ്ത. നാട്ടിലെ സിമ്മിട്ട ഒരു ഫോണും അതായത് ദുബായിൽ യൂസ് ചെയ്യുന്ന ഒരു ഫോണുമായിരുന്നു എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ഇവരോട് ചാറ്റ് ചെയ്ത വാട്സപ്പ് നമ്പറും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. ഫോട്ടോ എടുത്തതും ഒക്കെ ആയിരുന്നു എന്റെ കയ്യിൽ ഒരു ഫോൺ. ആ ഫോണാണ് അവർ പിടിച്ചെടുത്തത്. ഇങ്ങനെ ഒരു കള്ളൻ കുറെ നുണ പറയാനും നീയൊക്കെ അത് കേട്ട് വായും പൊളിച്ച് നിൽക്കാൻ എനിക്കറിയാൻ പാടില്ല. ഞാൻ മരുന്ന് ഒഴിക്കേണ്ടതാണ്. ഞാൻ പോണ്, ഇത് നിങ്ങളുടെ പ്രശ്നമാണ്.